3 ദിവസം കാണാതായ റോസി ഇന്ന് രാവിലെ വന്നു വീട്ടിൽ. ആ ഡോറിൽ എന്തോ സൗണ്ട് കേട്ടിട്ട് പോയി നോക്കിയപ്പോൾ അവൻ നിൽക്കുക. നല്ല വിശന്ന് വലിഞ്ഞ് ഇങ്ങനെ വന്നിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല. നടന്ന് അവൻ അങ്ങനെ ഒരു ഇതായിട്ട് വന്ന് ചേർന്നു. എവിടെ പോയെന്നറിയില്ല. ഇതായിപ്പോൾ അവൻ്റെ അമ്മയടുത്ത് വന്നിരുന്ന് എല്ലാം നക്കി കൊടുക്കണം. 3 ദിവസം കാണാതെ ഇരുന്നവരുടെ അല്ലാതെ എല്ലാവരും ഒന്നിച്ച് ചേർന്നിരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം കാണാതെ പോയിട്ട് 3 ദിവസമായപ്പോൾ എല്ലാവർക്കും വിഷമമായി. കണ്ടില്ലേ, അവൻ്റെ അമ്മയെ നക്കി കൊടുക്കുന്നു, സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ബ്ലാക്കിക്കും സങ്കടമായി ഇവിടെ കാണാതെ പോയി. ഇനി ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞതാ ഇങ്ങനെ വെച്ച് പറയുന്നവൻ. കണ്ടില്ലേ അവൻ്റെ സ്നേഹം, അടുത്ത് കിടക്കാൻ തുടങ്ങി. രണ്ട് സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നു. കാണാതെ 2-3 ദിവസമായപ്പോൾ അവന് 2 പേർക്കും സങ്കടം. ഇപ്പം അവരുടെ സങ്കടം മാറി വന്നതിന് ശേഷം ഞാൻ ഇനി എവിടെയും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് റോസി പറഞ്ഞുകൊണ്ടിരിക്കുവായി. ഇതിനെ കണ്ട് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ചെറിയ സൗണ്ട് കേട്ടാലും പേടിച്ച് അങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടെ ജിഞ്ചി വന്നു. ജിഞ്ചിയുടെ പോസ് കണ്ടില്ലേ, അവന് ഇടയ്ക്ക് കയറിയിരിക്കും. എല്ലാവരും പൂച്ചക്കുട്ടികളോട് സ്നേഹമായിട്ട് പെരുമാറില്ലല്ലോ. ഇവിടെ കല്ലെടുത്തെറി ഓട്ടിച്ചു വിടും. പിന്നെ എങ്ങനെ അതാണ് റോസി. ചെടീനെ കണ്ടപ്പോൾ അവന് സന്തോഷമായി. അവന് പൂവെന്ന് വിചാരിച്ചിരിക്കും. ഇവിടെ മുകളിൽ കയറി നോക്കിക്കൊണ്ടിരിക്കുന്നു. വന്നത് മുതൽ എവിടെയും പോവാതെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ജിഞ്ചിയോടല്ലെങ്കിൽ കണ്ടാലും ഉടനെ കളിക്കാൻ ഓടും. ഇപ്പോൾ മിണ്ടാതെ ഇരിക്കുന്നു. വെളിയിൽ പോയിട്ട് വന്നതുകൊണ്ട് അതിലൊരു അപ്സെറ്റായിരിക്കും. ജിഞ്ചി ഇവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ കളിക്കാൻ വരാത്തത് നമ്മളോട്. ജിഞ്ചിന് 2-3 ദിവസം കൊണ്ട് നന്നായിട്ട് വിഷമിച്ചിരുന്നു. ഇപ്പോൾ റോസിയെ കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമായത്. കണ്ടില്ലേ, അവിടെ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. മഴ വരുമോ, കളിക്കാൻ പറ്റുമോ എന്നാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെയും റോസി വന്ന് അവൻ്റെ അമ്മയോട് ഇരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇവ ഇവിടെ കൂടുതലും ഇരിക്കത്തില്ല. ജിഞ്ചിയോട് കൂടുതലും കളിച്ചുകൊണ്ട് നടക്കും.